ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ബാബു ചിന്നൻ വെള്ളമിറക്കിയപ്പോൾ മഹിയെ വെള്ളത്തിൽ കയറ്റി. അപ്പ വേണ്ട അപ്പ, കടലിലേക്ക് എന്നെ പറഞ്ഞയക്കല്ലേ, മര്യാദക്ക് പോ. അപ്പൻ എന്തൊരപ്പനാ അപ്പ, നിന്റെ അപ്പനല്ലേ? ഐലസോ ഐലസ. ചിന്നൻ വെള്ളമിറക്കി. അയ്യോ ചിന്ന, പതുക്കെ തുഴയി. ഇത് പുഴയല്ലേ മോനെ, കടല, ആഞ്ഞു പിടിച്ചാലേ മുന്നോട്ട് പോകൂ. കടലിനൊത്ത നടുവിലായപ്പോൾ അവർ വലയിട്ടു. നമുക്ക് കാത്തിരിക്കാം. 3-4 മണിക്കൂറിന് ശേഷം വല ശക്തിയായി വലിക്കാൻ തുടങ്ങി. പൊന്നപ്പ വലിയടാ, എന്തോ കോള് വന്നിട്ടുണ്ട്, മഹി പിടി. അവർ വലയിൽ വലി തുടങ്ങി. അപ്പോഴാണ് വള്ളത്തിനടിയിലൂടെ ആരും അറിയാതെ വല ഇപ്പുറത്തേക്ക് വന്നത്. ഇന്നത്തെ ചോദ്യം: മേഘയുടെ ആരാണ് ലയ? എ ജ്യേഷ്ഠന്റെ ഭാര്യ, ബി അനുജന്റെ ഭാര്യ, സി ചേച്ചി, ഡി അനുജത്തി. നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ. മഹി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വലയിൽ വലിയൊരു വാലാണ്. ചതിച്ചോ മേഘ? അയ്യോ മേഘയാണല്ലോ, എന്തു ചെയ്യും? മഹി പതിയെ വലയുടെ പിടിവിട്ടു. മഹിമോനെ പിടിയടാ, ഏതോ വലിയ മീന. നിങ്ങൾ വലി, ഞാനും പിടിക്കാം എന്ന് പറഞ്ഞ് മഹി പതിയെ വല പിടിച്ചു. പെട്ടെന്ന് തല കറങ്ങുന്നെന്ന് പറഞ്ഞ് വല വിട്ടു. അയ്യോ മോനെ എന്തുപറ്റി? രണ്ടുപേരും വലയിലെ പിടിവിട്ട് മഹിയെ പിടിച്ചു. ആ നേരം മേഘ തന്റെ ദേഹത്തെ വല മാറ്റി കടലിനടിയിലേക്ക് പോയി. എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല. മഹി മേഘയെ നോക്കി. അവൾ പോയിരുന്നു. ഹോ, രക്ഷപ്പെട്ടു. സോ വലയിലെ മീനും പോയി, ചിന്നൻ വിളിച്ചു പറഞ്ഞു. സാരമില്ല, കുറച്ചുകൂടി കാക്കാം. കുറെ കഴിഞ്ഞപ്പോൾ വല പിന്നെയും വലി തുടങ്ങി. ദേ വല വലിക്കുന്നു, മീൻ കയറി, മഹി വിളിച്ചു പറഞ്ഞു. പിടി. മൂവരും കൂടി വല വലിക്കാൻ തുടങ്ങി. അതിൽ നിന്നും ഒരുപാട് മീനുകൾ കിട്ടി. ഇഷ്ടം പോലെ മീനുണ്ട്. മഹിക്ക് സന്തോഷമായി. മേഘയും രക്ഷപ്പെട്ടു, മീനും കിട്ടി. കരയിലേക്ക് എത്തിയപ്പോൾ വള്ളത്തിൽ നിന്ന് മഹി സന്തോഷത്തോടെയാണ് ഇറങ്ങിയത്. എന്താ മോനെ, പേടി മാറിയോ? ചെറിയ പേടിയില്ലാതില്ല, എന്നാലും സാരമില്ല, ഞാനും വരാം. മഹി കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. മഹേഷ്, സത്യ, വാമച്ച, എന്തൊക്കെയാ വിശേഷങ്ങൾ? നീ അപ്പന്റെ പണി ഏറ്റെടുത്തെന്നറിഞ്ഞു. അതേടാ, അപ്പന് കടലിൽ പോകാൻ ചെറിയൊരു പേടി. പക്ഷേ എനിക്ക് എന്താടാ ഒരു പക്ഷേ? കടലിനോട് ഒരു ഇഷ്ടം. കടലിനോടോ? നന്നായി. എന്താ ഇത്ര ഇഷ്ടം? അത് പറയടാ. എനിക്കൊരു പ്രണയമുണ്ട്. പ്രണയമോ? പ്രണയവും കടലും തമ്മിൽ എന്താ ബന്ധം? നീ കാര്യം പറ. പെണ്ണങ്ങനെ ഗ്ലാമറാ? അതെ, അപ്സരസ് തോറ്റുപോകും അഴക. ഓഹോ, അവളുടെ പേരെന്താ? അവളുടെ വീടെവിടാ? അവൾക്ക് ജോബുണ്ടോ? എല്ലാം കൂടി ഒന്നിച്ചു ചോദിച്ചാ ഞാൻ അങ്ങനെ പറയും. ശരി, അവളുടെ പേരെന്താ? മേഘ. വീട്? ഈ കടൽ ചൂണ്ടിക്കാട്ടി. ഈ കടലാണ് അവളുടെ വീട്. കടലോ? നീ തെളിച്ചു പറ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, അവള് നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല. അതെന്താ അങ്ങനെ? നീ സസ്പെൻസ് ഇല്ലാതെ കാര്യം പറ. സത്യ മഹിയോട് പറഞ്ഞു. അത് അവളൊരു, പറയടാ. മത്സ്യകന്യകയാ. അത് കേട്ട് കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു. മത്സ്യകന്യകയോ? ആട്ടെ, ഈ മത്സ്യകന്യക എങ്ങനെയിരിക്കും? ഫുള്ള് മീനാണോ അതോ ഹാഫോ? കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. ദാ കളിയല്ല, സത്യ. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താ നീ പറഞ്ഞത്? പ്രണയം മത്സ്യകന്യകയോടോ? അതിന് ഈ കടലിൽ മത്സ്യകന്യക ഉണ്ടോ? പണ്ട് ഞാൻ ഈ മത്സ്യകന്യകയെ കാണുന്നത് തന്നെ ഒരു മരിച്ച നിലയിലാണ്. അതും നിന്റെ അച്ഛന്റെ അനിയന്റെ മോൻ വിഷ്ണു കൊന്ന ആ മത്സ്യകന്യകയെ. അതെ, ഇത് അതേ മത്സ്യകന്യകയുടെ അനുജത്തിയാണ് മേഘ. എനിക്ക് അവളെ വേണം. എന്റെ ദൈവമേ, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? മത്സ്യകന്യകയുടെ പ്രണയമെന്നോ? വീണ്ടും ഈ കടപ്പുറത്ത് ദുരന്തമുണ്ടാക്കാനാണോ? വേണ്ടടാ, അറിഞ്ഞുകൊണ്ട് ആപത്ത് വിളിച്ചു വരുത്തരുത്. എനിക്കൊന്നും അറിയില്ല. എനിക്ക് മേഘയെ വേണം, അത്രേ എനിക്കറിയൂ. ഈശ്വര, പെട്ടല്ലോ. മേഘ കടലിലല്ലേ ജീവിക്കുന്നത്, നീ കരയിലും. നിങ്ങൾ തമ്മിൽ എങ്ങനെ ജീവിക്കും? മേഘയ്ക്ക് കാലുകളില്ല, നിനക്കാണെ വാലുമില്ല. പിന്നെ എങ്ങനാടാ? മേഘ, അവൾക്ക് കരയിലേക്ക് വരുമ്പോ നമ്മളെ പോലെ കാലുകൾ വരും. എനിക്ക് മേഘയെ വേണം. ഓഹോ, കരയിലെ ഏതേലും പെണ്ണായിരുന്നേ ഒളിച്ചോട്ടെങ്കിലും പ്ലാൻ ചെയ്യാം. ഇതിപ്പോ നീ മേഘയും കൊണ്ട് എങ്ങോട്ട് പോകും? കടലിലോട്ടോ? അതിനുള്ള വഴി ദൈവം തന്നെ കാണിച്ചു തരും. അതെ, ദൈവത്തിന് അതല്ലേ പണി. മേഘയെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വാ. അവർ ഒരുമിച്ച് കടപ്പുറത്തേക്ക് വന്നു. ആളും പേരുമില്ലാത്ത തീരത്തെത്തി. മഹി കടപ്പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. മേഘ.
മഹി, വിക്രാന്ത് എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. പക്ഷേ സൂക്ഷിക്കണം, വിഷ്ണുവിന്റെ അവസ്ഥ നിനക്കുണ്ടാകരുത്. ചതിച്ചാൽ പിന്നെ നിങ്ങൾ കര കാണില്ല. എന്തൊരു ഭംഗിയാണ് ഇവളെ കാണാൻ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം. ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ? കാണൂ മത്സ്യകന്യക 2 എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റ് HD-യിൽ HD ദൃശ്യ മികവോടെ.